ഉന്നത വിദ്യാഭ്യാസ മേഖലയെയാകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കേരള സർവകലാശാലയിൽ അരങ്ങേറിയ അധികാര വടംവലികളും അനിശ്ചിതത്വങ്ങൾക്കും ഇപ്പോൾ ഒരു താൽക്കാലിക സമവായത്തിൽ എത്തി നിൽക്കുകയാണ്. വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള വ്യക്തിപരമായ പോര് വിദ്യാർത്ഥികളുടെ ഭാവിയെ നേരിട്ട് ബാധിക്കുന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങിയപ്പോഴാണ് സംസ്ഥാന സർക്കാരും ഗവർണറും ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായത്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ പ്രശ്നത്തിനുള്ള ഒരു ശാശ്വത പരിഹാരമാണോ അതോ വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ കളികളുടെ ഒരു ഒത്തുതീർപ്പ് മാത്രമാണോ എന്ന സംശയം പൊതുസമൂഹത്തിൽ ശക്തമായി നിലനിൽക്കുന്നു. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സർവകലാശാലകളിൽ അരങ്ങേറുന്ന ഇത്തരം നാടകങ്ങളിൽ സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിയുടെ ഭാവിക്കും വിദ്യാഭ്യാസത്തിനും എന്തു സ്ഥാനമാണുള്ളത് എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയാണ്. ഭാരതാംബ വിഷയത്തെ ചൊല്ലി കേരള സർവകലാശാലയിൽ ആരംഭിച്ച വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലും രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറും തമ്മിലുള്ള പോര് ഒരു ഘട്ടത്തിൽ എല്ലാ അതിരുകളും ലംഘിച്ചിരുന്നു. വൈസ് ചാൻസലർ ഏകപക്ഷീയമായി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തപ്പോൾ സർവകലാശാല സിൻഡിക്കേറ്റ് ആ സസ്പെൻഷൻ ഏകകണ്ഠമായി റദ്ദാക്കി. രജിസ്ട്രാർ സർവീസിൽ തിരിച്ചെത്തിയതോടെ വൈസ് ചാൻസലർ സർവകലാശാലയിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉടലെടുത്തു. ഈ അധികാര തർക്കം സർവകലാശാലയുടെ സുഗമമായ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചു. ഏകദേശം 2000-ഓളം ബിരുദ സർട്ടിഫിക്കറ്റുകളാണ് ഒപ്പിടാതെ കെട്ടിക്കിടക്കുന്നത്. പരീക്ഷാ ഫലങ്ങൾ വൈകി. ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനോ ജോലിക്കോ പോകാൻ കഴിയാത്ത അവസ്ഥ വന്നു. അവരുടെ ഭാവി തന്നെ ചോദ്യചിഹ്നമായി. സമരങ്ങൾക്കും ബഹളങ്ങൾക്കുമിടയിൽ സാധാരണയായി സർക്കാരിന് അനുകൂല നിലപാടെടുക്കാറുള്ള വിദ്യാർത്ഥി സംഘടനയായ SFI പോലും ആശയക്കുഴപ്പത്തിലായി.